പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടെടുക്കണമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. മുന്നണി എന്ന നിലയിൽ ഒരുമിച്ച് പോകാമെങ്കിലും നിയമസഭയിലും സമരപരിപാടികളിലും വിയോജിപ്പ് പ്രകടമാക്കണമെന്നാണ് അംഗങ്ങളുടെ നിലപാട്. ഇടതുമുന്നണി യോഗത്തിലും CPI പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യപ്പെടും. CPI മുന്നോട്ട് വെച്ച ഫോർമുല തൽക്കാലം അംഗീകരിക്കേണ്ടതില്ല എന്നാണ് CPIയുടെ തീരുമാനം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി കടുത്ത ഭിന്നത നിലനിൽക്കുന്ന ഇടതുമുന്നണിയിൽ മഞ്ഞുരുകലിന്റെ ഒരു സൂചനയുമില്ല. വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു നീക്കുപോക്കും വേണ്ട എന്നാണ് ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിലപാട്. പദവി കിട്ടിയില്ലെങ്കിൽ വിയോജിപ്പ് ശക്തമായി തന്നെ പ്രകടിപ്പിക്കണമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു. സഭയിൽ ഒരുമിച്ചിരിക്കുന്നതിൽ തടസ്സമില്ല, എന്നാൽ എല്ലാ വിഷയത്തിലും CPM എടുക്കുന്ന നിലപാടിനെ പിന്തുണയ്ക്കേണ്ടെന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. സർക്കാരിനെതിരെ LDF സമരം പ്രഖ്യാപിച്ചാൽ പങ്കെടുക്കാം, എന്നാൽ വിഴിഞ്ഞത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരുമിച്ചുള്ള സമരത്തിനില്ലെന്നും ബിനോയ് വിശ്വം ഇന്നലെ കൂടിക്കാഴ്ചയിൽ LDF കൺവീനറെ അറിയിച്ചു. പൂർണ്ണ വിശ്വാസമുണ്ട്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രതിപക്ഷ ചീഫ് വിപ്പ് പോലുള്ള പദവികളാണ് CPMന്റെ ഓഫർ. ഇത് അംഗീകരിക്കാനും CPI തയ്യാറല്ല. മുന്നണിയിലെ പ്രധാന പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. പ്രതിപക്ഷ ഉപനേതൃപദവി വിട്ടുതരാനാകില്ലെന്ന് ഇന്നലത്തെ ചർച്ചയിലും CPM ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതോടെ എങ്ങനെ തീരും തർക്കമെന്ന് നേതാക്കൾക്കാർക്കും ഒരു ധാരണയുമില്ല. മീഡിയ 1 തിരുവനന്തപുരം. E. ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതിയുടെ രൂപരേഖ തള്ളി വിദഗ്ധ സമിതി. പാരിസ്ഥിതിക സാമ്പത്തിക വിഷയങ്ങൾ പഠിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. ആറന്മുള വിമാനത്താവളം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിലെ പ്ലാൻ പ്രകാരം പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. വിശദമായ പാരിസ്ഥിതിക സാമ്പത്തിക പഠനം നടത്താതെ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുത്. യാത്രക്കാരെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് നിലവിൽ ലഭിച്ച പ്ലാൻ. ഇത് ഒരു നല്ല സാമ്പത്തിക മോഡലല്ല. ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നമ്മളിത് പഠിക്കട്ടെ. നമ്മളിപ്പോ ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇതാണ്. നല്ല ഇക്കണോമിക് മോഡലല്ല ഇപ്പൊ തന്നിരിക്കുന്നത്. പാസഞ്ചേഴ്സ് മാത്രമാണ് പോകുന്നത്. ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ല. നമുക്ക് ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് വേണം. നമ്മൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറെ കൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് മാത്രമേ അത് നടപ്പാവൂ. E. ശ്രീധരൻ സമർപ്പിച്ചത് അപൂർണമായ റിപ്പോർട്ടാണെന്നും സമിതി വിലയിരുത്തി. പദ്ധതിയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിൻവാങ്ങുന്നില്ലെന്നും കൂടുതൽ പഠനങ്ങൾ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ആറന്മുള വിമാനത്താവളം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നിലവിലുയരുന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കൂടിയാണ് ഇതോടെ താൽക്കാലിക വിരാമമാകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. BJP ഫണ്ട് തട്ടിപ്പിൽ നിർണായക ശബ്ദരേഖ പുറത്ത്. സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത് കമ്മീഷൻ കൈപ്പറ്റിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ശബ്ദരേഖ. പാർട്ടി കൊടികൾ നിർമ്മിക്കാൻ കരാർ നൽകിയതിന് 31 ലക്ഷം രൂപ കമ്മീഷനായി നൽകിയെന്നാണ് സ്ഥാപന പ്രതിനിധി വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ കൊടി നിർമ്മാണത്തിന് കരാർ നൽകാൻ 31 ലക്ഷം രൂപ കമ്മീഷൻ തുക കൈപ്പറ്റിയത് സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത് നേരിട്ട്. കമ്മീഷൻ നൽകിയെങ്കിലും കരാർ പ്രകാരം ബാക്കി കിട്ടാനുള്ള 4.56 ലക്ഷം നൽകാതായതോടെയാണ് സ്ഥാപന പ്രതിനിധി BJP നേതാവിനോട് പരാതി പറയുന്നത്. 31 ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി അഞ്ജന കമ്മീഷനായി വാങ്ങിയെന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തുന്ന കമ്മീഷന് മുന്നിൽ തെളിവായി നൽകിയ സംഭാഷണമാണ് പുറത്തു വന്നത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. സംസ്ഥാന BJP നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വ്യാജ ബില്ലുണ്ടാക്കി പണം തട്ടിയതിന്റെയും പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ പേരിൽ തട്ടിയ തുകയുടെയും തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇത്രയും വലിയ തെളിവുകൾ പുറത്തു വന്നിട്ടും ഇതുവരെയും BJP നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തിയാലുടൻ കോർ കമ്മിറ്റി യോഗം ചേരും. യോഗം കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. നിലവിലെ വിവാദങ്ങളിൽ RSSനും കടുത്ത അമർഷമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. ആരോപണമുയർന്ന 2 പേരുകളും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിലുണ്ടായിരുന്നുവെന്നും പ്ലീഡറെ നിയമിക്കുന്നത് KSU യൂണിറ്റ് കമ്മിറ്റിയല്ലെന്നും VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ്മാർ മർദ്ദിച്ച കേസിൽ SIT റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല. മാധ്യമവാർത്ത കണ്ട് നടപടിയെടുക്കാനാകില്ല. സുകുമാരൻ നായർക്ക് കാണാൻ സമയം അനുവദിച്ചില്ലെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
സതീഷിന്റെ പ്രതികരണത്തിലേക്ക് പിന്നീട് വരാം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്കെതിരെ തെളിവുകളില്ലെന്നും മുൻവിധിയോടെയാണ് അന്വേഷണം നടന്നതെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെന്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ പ്രതിഭാഗം പറയുന്നത് ഈ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ ഇല്ലാത്തതുകൊണ്ട് ആ കേസിൽ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പരമാവധി നൽകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്ന് മാത്രം. അപ്പോൾ നാളെ ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യത? നാളെ സാധ്യതയില്ല. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിലെ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകണം. സലാമോ, ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് നേരത്തെ കോടതി അറിയിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അത് നാളേക്ക് മാറ്റിയത്? നൗഫല്, ഇന്ന് ഒരു ഭാഗത്തിനെയും വാദം കേൾക്കുകയാണ് കോടതി ചെയ്തത്. ശിക്ഷാവിധിയിലുള്ള വാദം കേൾക്കലാണ് നടന്നത്. ഇനി ചില സാങ്കേതിക നടപടികൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. അത് ഒന്ന് DLSA റിപ്പോർട്ടാണ്. ജില്ലാ നിയമസഹായ സമിതിയുടെ റിപ്പോർട്ട് കൂടി കോടതിക്ക് ലഭിക്കേണ്ടതുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ നാളേക്ക് മുമ്പായി കോടതിക്ക് കിട്ടും എന്നുള്ളതാണ് കോടതി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ ഈ സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതി ഈ കേസിൽ വിധി പറയുക. ഇന്ന് ഇരു വിഭാഗത്തിന്, അതായത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദമാണ് കോടതി കേട്ടത്. നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞ ഡെത്ത് പെനൽറ്റി വേണമെന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. അതിന് കാരണമായി പറഞ്ഞത് ഇയാൾ ഒരു സാധ്യതയുണ്ട്. നേരത്തെ പ്രൊബേഷൻ ഓഫീസർ ജയിൽ സന്ദർശിക്കാതെയാണ് മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളണം. അതോടൊപ്പം തന്നെ പ്രതിക്ക് ഈ വയസ്സിന്റെ, അതായത് പ്രായാധിക്യമുള്ള ഒരാളാണ്. ആ ഒരു ആനുകൂല്യം കൂടി പ്രതിക്ക് നൽകണം. ആ തരത്തിലുള്ള ചില വാദങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിലുള്ളത്. പ്രത്യക്ഷ തെളിവുകളൊന്നും തന്നെ ഈ കേസിലില്ല. പ്രതി കുറ്റം ചെയ്യുന്നത് കണ്ടതായി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഡെത്ത് പെനൽറ്റി ഈ കേസിൽ വിധിക്കരുത്, പ്രതിക്ക് ശിക്ഷാ ഇളവ് വേണമെന്ന വാദമാണ് ഉയർത്തിയത്. അതുകൊണ്ട് മറ്റൊന്ന് റെസിഡ്യൂവൽ ഡൗട്ട്സ് എന്ന് പറയുന്നത്, ചില അവശേഷിക്കുന്ന സംശയങ്ങൾ ഈ കേസിലുണ്ട്. ആ സംശയങ്ങൾ കൂടി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം പ്രതിക്ക് നൽകണം. കാരണം ഇപ്പോൾ തന്നെ ഡെത്ത് പെനൽറ്റി വിധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്പീൽ പോകുന്നതിനടക്കം ചില പ്രയാസങ്ങൾ പ്രതിക്ക് നേരിടും. ആ രീതിയിലുള്ള മാനുഷിക പരിഗണന പ്രതിക്ക് നൽകിക്കൊണ്ട് ഈ കേസിൽ പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഇരു വിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട കോടതിയെ മറ്റു ചില സാങ്കേതിക നടപടികൾ കൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാളത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ്. നാളെ പ്രതി ചെന്താമര നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കും കോടതിയിൽ ഹാജരാവുക. ഈ DLSA റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും കോടതി ഈ കേസിൽ ശിക്ഷ വിധിക്കുക എന്നുള്ളത് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട വാദമാണ് നടന്നത്. പ്രധാനമായും പ്രതിഭാഗമാണ് കൂടുതൽ സമയമെടുത്ത് തങ്ങളുടെ പ്രതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ചെന്താമരയ്ക്ക് ശിക്ഷാ ഇളവ് വേണമെന്ന കാര്യങ്ങളിൽ ചില നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് വേണമെന്ന് കോടതിയിൽ വാദങ്ങൾ ഉയർത്തിയത്. എന്നാൽ പ്രോസിക്യൂഷൻ നേരത്തെ ഉയർത്തിയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് വധശിക്ഷ, പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകേണ്ട പ്രതി കുറ്റകൃത്യമാണ് പ്രതി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ്. ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ അറിയാം. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ KSU ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. ആരോപണമുയർന്ന 2 പേരുകളും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിലുണ്ടായിരുന്നുവെന്നും പ്ലീഡറെ നിയമിക്കുന്നത് KSU യൂണിറ്റ് കമ്മിറ്റി അല്ലെന്നും VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ്മാർ മർദ്ദിച്ച കേസിൽ SIT റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ എത്തിയിട്ടില്ല. മാധ്യമവാർത്ത കണ്ട് നടപടിയെടുക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സുകുമാരൻ നായർ വിഷയത്തിൽ അദ്ദേഹം തന്നെ കാണാൻ സമയം അനുവദിച്ചില്ല എന്ന വാർത്ത തെറ്റാണ് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്ലീഡർ നിയമനത്തിൽ മുൻകാല SFI ABVP പ്രവർത്തകർ ഇടം പിടിച്ചെന്നായിരുന്നു KSU ആരോപണം. എന്നാൽ ഇരുവരും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗങ്ങളെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇവരുടെ പശ്ചാത്തലവും AGയുടെ അഭിപ്രായവും പരിഗണിച്ചാണ് നിയമനം നടത്തിയത്. KSU നേതാക്കളാരും തന്നോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടില്ല. പ്ലീഡർ നിയമനത്തിൽ KSUവിന് റോളില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത് 2 പേരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ ADGP അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ട് നിലവിൽ DGPക്ക് മുന്നിലാണ്. ഇത്
ആഭ്യന്തര വകുപ്പിന് മുന്നിലെത്തിയാൽ മാത്രമേ നടപടിയിലേക്ക് നീങ്ങാൻ കഴിയൂ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനാവില്ല. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. ഹിന്ദു ഐക്യവേദി നേതാക്കൾ സന്ദർശിച്ചതിന് എതിരായി ഉയർന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. PMCയിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവർ KSU യൂണിറ്റ് കമ്മിറ്റി ആശങ്ക അറിയിച്ചതിൽ എന്താണ് തെറ്റെന്ന് അലോഷ്യസ് ചോദിച്ചു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആശങ്ക അറിയിക്കുമെന്നും KSU പ്രസിഡന്റ് പറഞ്ഞു. തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റ്മാർ അറിയിച്ച ആശങ്ക കേരളത്തിലെ KSUക്കാരുടെ കൂടി ആശങ്കയാണ്. കാരണം അതിൽ ചില വസ്തുതകൾ നിലനിൽക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അത് KSU സംസ്ഥാന കമ്മിറ്റിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അതിൻ്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. അത് അദ്ദേഹം ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഫോൺ കോൾ വന്നതായി കോഴിക്കോട് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന്റെ പരാതി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്നാണ് ഫോൺ ചെയ്തയാൾ പറഞ്ഞത്. MLAയുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മന്ത്രിസഭ പുനഃസംഘടന നടക്കാൻ പോവുകയാണെന്നും മന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞാണ് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലത്തിലെ MLA ആയ വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്നും ഫോൺ വരുന്നത്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നായിരുന്നു ഓഫർ. ഈ മാസം 6-ന് വാട്സപ്പിലൂടെ വിളിച്ചയാൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്നും കോഴിക്കോട്ടെ മറ്റൊരു MPയുടെ കയ്യിൽ നിന്നാണ് നമ്പർ വാങ്ങിയതെന്നും പറഞ്ഞു. മന്ത്രിസ്ഥാനത്തിന് പണം ചോദിച്ചതോടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പോലീസിൽ പരാതി നൽകിയെന്ന് വിദ്യാ ബാലകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കോൾ വന്നു, പല ആളുകൾക്കും കോൾ വന്നിട്ടുണ്ട്. അപ്പം അത് ബന്ധപ്പെട്ട ആളുകളായി സംസാരിച്ച ശേഷം അവർ തന്നെയാണ് പറഞ്ഞത് അത് പോലീസിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനൊരു ഫ്രോഡ് നടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 95 40 57 55 24 എന്ന നമ്പറിൽ നിന്നാണ് ഫോൺ വിളി വന്നത്. രാജ്കുമാർ എന്ന് പരിചയപ്പെടുത്തിയാൽ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. മറ്റു ചിലർക്കും ഫോൺ വിളി വന്നിട്ടുണ്ടാകാമെന്നും വിദ്യ പറയുന്നു. 11-ന് വിദ്യ പോലീസിൽ പരാതി നൽകി. സൈബർ പോലീസ് അന്ന് തന്നെ കേസും എടുത്തു. ഫോൺ വിളി വന്ന് ഡൽഹിയിൽ നിന്നാണെന്ന് സൈബർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ എന്താ പുനഃസംഘടന അല്ല, ഇപ്പോൾ പുനഃസംഘടന ഞാൻ അറിഞ്ഞില്ല. തനിക്ക് വിളി വന്നിട്ടില്ലെന്നും പോലീസ് അന്വേഷിക്കട്ടെ എന്നും കോഴിക്കോട് DC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. എന്നെ ആരും വിളിച്ചിട്ടില്ല, അതിലെ പറയാൻ പറ്റൂ. ഞാനും MLA ആണല്ലോ, എന്നെ ആരും വിളിച്ചിട്ടില്ല. ഇനി ഏതായാലും അന്വേഷണം നടക്കും. MLA അത് പുറത്തുവിട്ട സ്ഥിതിക്ക് സ്വാഭാവികമായി അന്വേഷണം ഉണ്ടാവുമല്ലോ. അന്വേഷണം എല്ലാം വരട്ടെ. ഫോൺ വിളിച്ചാലെ കണ്ടെത്താൻ സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്. വകുപ്പ് സെക്രട്ടറി K ബിജുവിനെതിരെ ഇന്നും ഹൈക്കോടതിയുടെ വിമർശനം. 17 വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥന്റെ നടപടി അതീവ ഗൗരവമുള്ളതാണെന്ന് കോടതി ആവർത്തിച്ചു. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഇന്ന് തന്നെ CBIക്ക് രേഖാമൂലം കൈമാറാനും കോടതി ഉത്തരവിട്ടു. മണ്ണിടിച്ചിലുണ്ടായ വയനാട് കള്ളാടിയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കൂട്ടിയിട്ട മണ്ണ് മാറ്റുന്നതിൽ തീരുമാനമെടുക്കാൻ സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയാണ് പരിശോധനയ്ക്കായി എത്തിയത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് G തമ്പിയാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്. എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ നൽകിയ നിർദ്ദേശം. കൊങ്കൺ റെയിൽവേ നിയോഗിച്ച വിദഗ്ധ സമിതിയും സ്ഥലത്തെത്തി. ഡൽഹിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി വേദിയിൽ ഉപവാസം നടത്തുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമായി തുടരുന്നു. വാങ്ചുക്കിന്റെ ശരീരഭാരം കുറയുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. സോനം വാങ്ചുക്കിന് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുണ്ടാവാതെ നിരാഹാരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് സോനം വാങ്ചുക്. ആരോഗ്യനില മോശമാവുമ്പോഴും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി സമരം തുടരാനാണ് തീരുമാനം. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് കാട്ടി അഭിഭാഷകനായ രാകേഷ് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ത്യൻ പൗരന്മാരുടെ ആരോഗ്യവും ജീവന്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സർക്കാരിന് കടമയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി സർക്കാരുമാണ് കേസിൽ എതിർകക്ഷികൾ. അതേസമയം ആരോഗ്യനില മോശമായ സ്ഥിതിക്ക് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. സമരത്തിന് പിന്തുണയുമായി TMC നേതാവ് ഡോള സെൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വേദിയിലെത്തി. മീഡിയ 1 ഡൽഹി.
പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഉത്തരാഖണ്ഡിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പരിപാടിക്ക് അനുമതി നിഷേധിച്ചതായി ആരോപണം. വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഛാത്രോം കി ഗൂഞ്ച് എന്ന പരിപാടി വെള്ളിയാഴ്ച നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. BJP സർക്കാർ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നതായി കോൺഗ്രസ് ആരോപിച്ചു. പരിപാടി നിശ്ചയിച്ച ദിവസം തന്നെ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇറാന്റെ തുറമുഖ നഗരങ്ങൾക്കും ദ്വീപുകൾക്കും നേരെ US നടത്തിയ ആക്രമണങ്ങളിൽ 2 പേർ മരിച്ചു. ഹോർമസിൽ കാണാതായ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക കേന്ദ്രങ്ങളിൽ ഇറാന്റെ പ്രത്യാക്രമണങ്ങളുണ്ടായി. ആക്രമണം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനിലെ തെക്കൻ നഗരങ്ങളിലുടനീളം വ്യാപക ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്ക 2 പേർ കൊല്ലപ്പെട്ടതായും ഇതുവരെ 260 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഹുസൈൻ കർമാർപോർ അറിയിച്ചു. ആക്രമണങ്ങളിൽ ഇതുവരെ 30 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സർക്കാർ വക്താവും വെളിപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലും അമേരിക്കയുടെ വ്യാപക ആക്രമണം നടന്നു. കുവൈത്തിലെ US ലോജിസ്റ്റിക് ഹബ്ബ് അഗ്നിക്കിരയാക്കിയതായി IRGC അവകാശപ്പെട്ടു. ചാബഹാറിലെ നിരീക്ഷണ ടവർ US ആക്രമണത്തിൽ തകർന്നു. ജോർഡാനിലെ അൽ അസ്രാഖ് വ്യോമതാവളത്തിലെ USF-18 വിമാനസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ സേന അറിയിച്ചു. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിരയായ GSF ഗാലക്സി കപ്പലിൽ നിന്ന് കാണാതായ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹോർമുസിൽ കൂടുതൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ആക്രമണം നടത്തി. അതിനിടെ താൻ മതി എന്ന് പറയും വരെ ഇറാനു നേരെ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച US പ്രതിനിധികൾ ഇറാനുമായി ചർച്ച നടത്തിയതായും ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് 20% നികുതി ഏർപ്പെടുത്തുമെന്ന മുൻ പ്രഖ്യാപനം ട്രംപ് പിൻവലിച്ചു. പകരം ഗൾഫ് രാജ്യങ്ങളുമായി പുതിയ വ്യാപാര നിക്ഷേപ കരാറുകളിൽ ഏർപ്പെടുമെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കി. സംഘർഷം തുടർന്നാൽ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ എണ്ണ വാതക കയറ്റുമതി റൂട്ടുകൾ ലക്ഷ്യമിടാൻ മടിക്കില്ലെന്ന് ഇറാൻ സേനയുടെ മുന്നറിയിപ്പ്. സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണം യുദ്ധക്കുറ്റമാണെന്ന് UN-ലെ ഇറാൻ പ്രതിനിധി അമീർ സെയ്ദ് ഇരവാനി കുറ്റപ്പെടുത്തി. മീഡിയ 1 ദുബൈ. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് മുട്ടോളിയിൽ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയയാൾ മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. സമീർ മുഹമ്മദാണ് വിവരങ്ങൾ നൽകാൻ. സമീർ, ഇത് വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലെ വാട്ടർ ടാങ്കാണോ അല്ലെങ്കിൽ പൊതു വാട്ടർ ടാങ്കാണോ, എന്താണ് വിവരങ്ങൾ? നൗഫൽ, അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മൂട്ടോളിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മൂട്ടോളി കുരുവട്ടൂർ റോഡിലുള്ള മൂരിക്കര സ്വദേശിയായിട്ടുള്ള സാഹിദ് എന്ന വ്യക്തിയുടെ സലാഹ് പ്ലാസ എന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. ആ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് അവിടെ വലിയ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത്. വാർത്തെടുത്തിട്ടുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ഇത് വൃത്തിയാക്കാനായാണ് 2 തൊഴിലാളികൾ ഇറങ്ങിയത്. പാലത്ത് സ്വദേശികളായിട്ടുള്ള സുനിലും സിറാജുമാണ് ഇതിനകത്തേക്ക് ഇറങ്ങിയത്. ഇതിനകത്ത് ഇറങ്ങിയതോടെ വിഷവാതകം ശ്വസിക്കുകയും പിന്നീട് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് അവർ തളർന്നു വീഴുകയും ചെയ്തു. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നാട്ടുകാർ വെള്ളിമാട് കുന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓക്സിജൻ സിലിണ്ടറുമായി എത്തുകയും അങ്ങനെ അകത്തേക്ക് കയർന്ന് ഈ ടാങ്കിന് ഉള്ളിൽ കുടുങ്ങിയ 2 പേരും പുറത്തെടുക്കുകയും ചെയ്തു. ഇതിൽ ഇപ്പോൾ ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സിറാജ് എന്ന 40-കാരൻ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ലഭ്യമാക്കുന്നത്. മോരിക്കര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ഇദ്ദേഹത്തെ ആദ്യം കൊണ്ടുവന്നത്. അവിടെ എത്തിക്കൊണ്ട് പരിശോധിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സുനിൽ എന്ന വ്യക്തി ഗുരുതരാവസ്ഥയിലാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വാട്ടർ ടാങ്കിനകത്ത് കടക്കുമ്പോൾ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വിഷവാതകം ശ്വസിക്കുകയും ഉടൻ തന്നെ ഇവർ അബോധാവസ്ഥയിലായി കുഴഞ്ഞു വീഴുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. നൗഫൽ, ചേവായൂരിനടുത്ത് മൂട്ടോളിയിലാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. സമീർ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.